സോ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് അഡ്രസ്സിങ് മോഡ്സ്. ഓക്കെ, അപ്പോൾ അഡ്രസ്സിങ് മോഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട് അഡ്രസ്സിങ് മോഡ്സ് എന്താണെന്നൊക്കെ. അപ്പോൾ ഈ അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞാൽ പ്രൊസസ്സറിനോട് അഡ്രസ്സിങ് മോഡ് പറയും എങ്ങനെയാണ് ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഡാറ്റ എങ്ങനെ എടുക്കുക, ആക്സസ് ചെയ്യുക എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അഡ്രസ്സിങ് മോഡ്. അഡ്രസ്സിങ് മോഡ് സ്പെസിഫൈസ് ഹൗ ആൻ ഇൻസ്ട്രക്ഷൻ ആക്സസ് ഡാറ്റ. ഓക്കെ, ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെ ഡാറ്റ എടുക്കണം എന്ന് പറയുകയാണ് CPU-നോട്, ഓക്കെ, പ്രൊസസ്സറിനോട്. ഓക്കെ, അപ്പം അതായത് ഇപ്പം ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ CPU-നോട് പറയും ഡാറ്റ ഏത് ലൊക്കേഷനിലാണുള്ളത്. ഓക്കെ, ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഉള്ളിലാണോ അല്ലെങ്കിൽ രജിസ്റ്ററിൻ്റെ ഉള്ളിലാണോ അല്ലെങ്കിൽ മെമ്മറീൻ്റെ ഉള്ളിലാണോ എവിടെയാണെന്നുള്ളത് മെയിനായിട്ട് ഈ അഡ്രസ്സിങ് മോഡാണ് പറയാം. ഓക്കെ, ഡാറ്റ മേ ബി ഇൻസൈഡ് ദ ഇൻസ്ട്രക്ഷൻ, ഇൻ ദ രജിസ്റ്റർ, ഇൻ ദ മെമ്മറി. ഓക്കെ, അവിടെ എവിടെയാവാം. സോ അഡ്രസ്സിങ് മോഡ്സ് ഇംപ്രൂവ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഉണ്ടാവും. ഈ ഒരു ഇതെന്താ മീൻ ചെയ്യുന്നത്, ഇവിടെ പറഞ്ഞെന്താ 10 എന്നുള്ളതാണ് ഡാറ്റ അല്ലേ, ദെൻ ഡാറ്റ. ഈ ഡാറ്റ എവിടെ ഉള്ളത്, ഈ മൂവ് R0 എന്നുള്ള ലൊക്കേഷനിലാണ് ഡാറ്റ. അത് മൂവ് ചെയ്യാനാണ് ആ ഇൻസ്ട്രക്ഷൻ പറയുന്നത്. ഓക്കെ, സോ ടൈപ്പ് ഓഫ് അഡ്രസ്സിങ് മോഡ്സ് ആണ് മെയിനായിട്ട് നെക്സ്റ്റ്. ഓക്കെ, സോ അഡ്രസ്സിങ് മോഡ്സ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ടൈപ്സിൽ നമുക്ക് മെയിനായിട്ട് 4 ടൈപ്പ് ഉണ്ട്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് ഉണ്ട്, രജിസ്റ്റർ അഡ്രസ്സിങ് ഉണ്ട്, ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ് ഉണ്ട്, PC റിലേറ്റീവ് അഡ്രസ്സിങ് ഉണ്ട്. ഓക്കെ, ദർ ആർ മെയിൻലി 4 ടൈപ്സ് ഓഫ് അഡ്രസ്സിങ്. ഓക്കെ, സോ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ്ലി എവിടെയാണോ അതുള്ളത്. അതായത് ഇപ്പം ഒരു ഡാറ്റ ഒരു ഇൻസ്ട്രക്ഷനിൽ ആണുള്ളത്, അത് ഡയറക്റ്റ്ലി നമ്മൾ ഇതാക്കുകയാണെന്നുണ്ടെങ്കിലാണ് അത് ഇമ്മീഡിയറ്റ് ആവുക. ഡാറ്റാസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പം ഈ ഇൻസ്ട്രക്ഷൻ ഡയറക്റ്റ്ലി എടുക്കുക. ഓക്കെ, അതാണ് ഈ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങിലുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പം മുകളിൽ പറഞ്ഞ എക്സാമ്പിൾ മൂവ്. ഓക്കെ, അപ്പോൾ ഒരു മൂവ് R1, ഹാഷ് വാല്യൂ. ഓക്കെ, വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ്, സ്പെസിഫിക് വാല്യൂ നമ്മൾ കൊടുത്തിട്ടില്ല, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് മൂവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസ്ട്രക്ഷൻ മൂവ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഏത് ഇൻസ്ട്രക്ഷനാണ്, ഈ വാല്യൂ. ഓക്കെ, ഈ ഹാഷ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആണല്ലേ. ഓക്കെ, ഹാഷ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആണ്. ഓക്കെ, ഇമ്മീഡിയറ്റ് ആണ് ഹാഷ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, എവിടേക്കാണ്, R എന്നുള്ളതിലേക്കാണ്. അപ്പോൾ ഈ വാല്യൂവിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് R എന്നുള്ള ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാനാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് രജിസ്റ്റർ അഡ്രസ്സിങ് എന്താണ്, ഓപ്പറൻസ് സ്റ്റോർഡ് ഇൻ രജിസ്റ്റേഴ്സ്. ഓക്കെ, അതായത് രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്ത ഓപ്പറൻസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഓപ്പറൻസിൻ്റെ അഡ്രസ്സിങ്ങിനാണ് ഈ രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ ഡയറക്റ്റ്ലി രജിസ്റ്റേഴ്സിൻ്റെ മുകളിലാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അപ്പോൾ മൂവ് R0, #20 എന്നുണ്ടെങ്കിൽ ആ 20 എന്നുള്ള വാല്യൂവിനെ R0ലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ്. മെമ്മറി ലൊക്കേഷൻ ഇസ് ആക്സസ്ഡ് ത്രൂ രജിസ്റ്റർ. അപ്പോൾ ഡയറക്റ്റ്ലി അല്ല, ഇവിടെ എങ്ങനെയാണ്, അതായത് ഇപ്പം മറ്റൊരുത്തൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി ആണ് കൊടുത്തത്, ഇവിടെ ഡയറക്റ്റ്ലി അല്ല, നമ്മൾ മെമ്മറി അഡ്രസ്സാണ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് രജിസ്റ്റർ ഈ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ അഡ്രസ്സിലേക്കാണ് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, മനസ്സിലായില്ലേ, അതാണ് ഈ ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ്. നെക്സ്റ്റ് ഇസ് PC റിലേറ്റീവ് അഡ്രസ്സിങ്. PC റിലേറ്റീവ് അഡ്രസ്സിങ് എന്താണ്, PC എന്ന പ്രോഗ്രാം കൗണ്ടർ ഇസ് യൂസ് ടു ആക്സസ് ഡാറ്റ ഓർ ബ്രാഞ്ച്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്താണ്, അടുത്ത ഇൻസ്ട്രക്ഷൻ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ പ്രൊസസ്സർ എന്താക്കും, PC യൂസ് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യും. അതാണ് PC റിലേറ്റീവ് അഡ്രസ്സിങ്. ഓക്കെ, ഒരു ലൂപ്പൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്. ഇവിടെ ഉള്ളത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓപ്പറൻറ്റ് വാല്യൂസ് ഇസ് എ പാർട്ട് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പം ഓപ്പറൻറ്റ് വാല്യൂസ് ആണ് ഇവിടെ ഉണ്ടാവുക, ഇൻസ്ട്രക്ഷൻ്റെ പാർട്ടാവും. നമുക്ക് ആക്സസ് ചെയ്യേണ്ട വാല്യൂ ഒരു ഇൻസ്ട്രക്ഷൻ്റെ പാർട്ടാവും. ഓക്കെ, വേറൊരു മെമ്മറിയൊന്നും ഇവിടെ ആക്സസ് ചെയ്യില്ല. സോ ഇവിടെ മൂവ് RD ഹാഷ് വാല്യൂ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഉണ്ടോ, ഹാഷ് വാല്യൂ ഇപ്പോൾ ഒരു എക്സാമ്പിളാക്കി കൊടുത്താണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ 100 എന്നുള്ള വാല്യൂവിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് R0ലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ R0യിൽ 100 ഉണ്ടാവും. ഇവിടെ എന്താ R1ലേക്ക് 25 മൂവ് ചെയ്ത്, അപ്പോൾ R1ൽ 25, ഇവിടെ R2ലേക്ക് പിന്നെ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്താ, ആഡ് R2 R0 R1 എന്നാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാട്ടോ റൈറ്റ് സൈഡിൽ നിന്നാണ് ഇങ്ങോട്ടാണ് റീഡ് ചെയ്യുക. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. ഓക്കെ, റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് റീഡ് ചെയ്യുക. ഓക്കെ, അപ്പം R1നെയും R0നെയും കൂടിയും ആഡ് ചെയ്തിട്ട് R2ലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യണം. അപ്പോൾ R1 R0 കൂടുമ്പോൾ 125 അല്ലേ, 125. അപ്പോൾ 125നെ നമ്മൾ എങ്ങോട്ട് എടുക്കും, R2ലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഇതാണ് ഇമ്മീഡിയറ്റ്. അഡ്വാൻറ്റേജസ് ഓഫ് ഫാസ്റ്റ് എക്സിക്യൂഷൻ, റെഡ്യൂസ്ഡ് മെമ്മറി ആക്സസ്. പിന്നെ രജിസ്റ്റർ അഡ്രസ്സിങ്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞാൽ രജിസ്റ്റർ അഡ്രസ്സിങ് ആണ് പറയുന്നത്.
രജിസ്റ്റർ അഡ്രസ്സിങ് എന്താ, ഡാറ്റ CPU രജിസ്റ്റേഴ്സിലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓപ്പറേഷൻ ഇസ് പെർഫോം ഡയറക്ട്ലി ഓൺ രജിസ്റ്റേഴ്സ്. കണ്ടോ ഇവിടെ അപ്പം R0 എന്ന് പറയുന്നത് രജിസ്റ്ററാണ്. ഓക്കെ, അപ്പം ഡയറക്റ്റ്ലി നമ്മൾ രജിസ്റ്റേഴ്സിലേക്കാണ് ഇവിടെ R2ലേക്ക് ഡയറക്റ്റ്ലി 50 ആഡ് ചെയ്തിട്ട് ഇട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ് മോഡ്സ്. ഇൻഡെക്സ് അഡ്രസ്സിങ് മോഡ്സ് എന്താണ്, രജിസ്റ്റർ മെമ്മറി ലൊക്കേഷൻസ് ആണ് രജിസ്റ്റേഴ്സിൽ ഉണ്ടാവുക. ഡാറ്റ മെമ്മറിയിൽ നിന്നാണ് ഫെച്ച് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, സോ ഇവിടെ ഇതിലെന്താ പറയുന്നത്, ഈ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു സിൻടാക്സ് എന്താ കൊടുത്തേ, LDR RD, RN. ഓക്കെ, ഈ LDR എന്ന് പറഞ്ഞാൽ എന്താ, ലോഡ് രജിസ്റ്ററാണ്. LDR എന്താണ്, ലോഡ് രജിസ്റ്ററാണ് LDR. ഓക്കെ, പിന്നെ RD എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. RD എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. ഓക്കെ, പിന്നെയുള്ള എന്താ RN അല്ലേ. ആ RN എന്ന് പറഞ്ഞാൽ മെമ്മറി അഡ്രസ്സ് ഉള്ള ആ ഒരു രജിസ്റ്ററാണ് RN. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ നോക്ക്. LDR എന്താ, LDR എന്താണ്, ലോഡ് രജിസ്റ്റർ. R0 എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. R1 എന്ന് പറഞ്ഞാൽ നമ്മളെ അഡ്രസ്സുള്ള ആ ഒരു രജിസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ R1ലുള്ള വാല്യൂ എന്താ, ഇതാണ് ഇപ്പോൾ R1ത്തെ വാല്യൂ. ഓക്കെ, സപ്പോസ് R1ൽ ഈ ഒരു ലൊക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ മെമ്മറിയിൽ എന്താണ് ഈ ഒരു വാല്യൂ ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അഡ്രസ്സിലുള്ളതിൽ 50 എന്നുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ നമ്മൾ ഈ R1ലുള്ള വാല്യൂ എന്താണോ ആ വാല്യൂ നമ്മൾ R0ലേക്ക് ഇടുകയാണല്ലേ. അപ്പോൾ R0യിൽ 50 എന്നുള്ള വാല്യൂ വരും. ഓക്കെ, അപ്പോൾ വാല്യൂവിന് പകരം മറ്റൊടത്ത് എന്താ, നമ്മൾ ഡയറക്റ്റ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്തത്. ഇവിടെ വാല്യൂവിന് പകരം അതിൻ്റെ അഡ്രസ്സാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അഡ്രസ്സിലേക്ക് പോയി നോക്കുമ്പോഴാണ് നമുക്ക് ഈ 50 കാണുന്നത്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് PC റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടറാണ്. ബ്രാഞ്ചിങ്ങിനും ഫങ്ഷണൽ കോൾസിനും ആക്സസിങ് കോൺസ്റ്റൻസിനൊക്കെ വേണ്ടിയിട്ടാണ് PC യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ലൂപ്പ്, അതേപോലെ ഇപ്പോൾ ഒരു ലൂപ്പിലേക്ക് ജമ്പ് ചെയ്യുക, നമ്മൾ പറഞ്ഞാൽ നെക്സ്റ്റിലേക്ക് പോവുക, അങ്ങനത്തതൊക്കെയാണ് ഈ ഇതിലുള്ളത്. ഓക്കെ, പിന്നെ ലൂപ്പ് എന്താണെന്നൊക്കെ അറിയാമല്ലോ. പിന്നെ ഇവിടെ ഉണ്ടോ BL എഡിഷൻ അല്ലേ. BL എഡിഷൻ എന്താ, ബ്രാഞ്ച് ആൻഡ് ലിങ്ക്. ബ്രാഞ്ച് വിത്ത് ലിങ്ക് ആണ് BL എന്ന് പറയുന്നത്. അപ്പോൾ BL എഡിഷൻ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് വിത്ത് ലിങ്ക് എഡിഷനാണ്. ഓക്കെ, സോ അപ്പം ഈ എഡിഷൻ ഫംഗ്ഷനിലേക്ക് ജമ്പ് ചെയ്യും. ഇത് നോർമൽ ഈ PCൻ്റെ അതേ റോൾ തന്നെ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പ്രോഗ്രാംസ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം, ലൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ റീലൊക്കേറ്റബിൾ കോഡുകളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് കാണാം എഡിഷൻ ഓഫ് 2 നമ്പേഴ്സ്. അതൊരു എക്സാമ്പിളായിട്ട് കൊടുത്താണ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഇൻസ്ട്രക്ഷൻ എന്താ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്ക്. ഇവിടെ എന്താ, മൂവ് #15 R0, ഇതാണ് ഇതിലുള്ള ടേംസ്. ഓക്കെ, അപ്പോൾ R0 എന്നുള്ള ഇതിലേക്ക് നമ്മളെന്താണ് 15 ആണ് ഇവിടുത്തെ വാല്യൂ. അപ്പോൾ 15 ഇത് ഓരോന്ന് എന്താണെന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ വാല്യൂ 15, ഹാഷ് എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്മീഡിയറ്റ് ആണ് അല്ലേ. അപ്പോൾ 15 ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ R0ലേക്ക് മൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ R0ലേക്ക് നമ്മൾ 15 ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഔട്ട്പുട്ട് വരിക ഫസ്റ്റ് ടേമിൻ്റെ. രണ്ടാമത്തെ സെയിം 25 R1ലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മൂവ് ചെയ്യണം അല്ലേ. അപ്പം R1 = 25 ആണ് എടുത്തത്. ഇവിടെ R0 = 15 ആണ്. പിന്നെ ഇത് രണ്ടും ആഡ് ചെയ്യുക അല്ലേ. R1ഉം R0യും കൂടിയും ആഡ് ചെയ്തിട്ട് R2ലേക്ക് ഇടുക. അപ്പോൾ R2 എത്ര വരിക, 35 വരും. അല്ല 40 വരും. 15 + 25 എത്ര, 40 വരും. ഓക്കെ, സോ ഔട്ട്പുട്ട് എന്താണ്, R2 = 40. അപ്പോൾ ഇവിടെ എന്താ, ഫസ്റ്റ് വൺ എന്താ, ഹാഷിങ്, ഇമ്മീഡിയറ്റ് ഹാഷിങ് ആണ്. രണ്ടാമത്തതും ഇമ്മീഡിയറ്റ്, കാരണം എന്താ, അഡ്രസ്സിങ്, ഹാഷിങ് അല്ലട്ടെ, അഡ്രസ്സിങ്. ഓക്കെ, ഇവിടെ എന്താ, ഈ ഹാഷ് ഉണ്ടോ, ആ ഹാഷ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ് ആണ്. നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹാഷ് വരുന്ന അഡ്രസ്സൊക്കെ എന്ത് അഡ്രസ്സാണ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സാണ്. മൂന്നാമത്തെ എന്താണ്, രജിസ്റ്ററിൽ, കാരണം രജിസ്റ്ററിലോട്ടാണ് നമ്മൾ എഡിഷൻ ചെയ്തിട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ രജിസ്റ്ററാണ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്താണ്, നെയിം നമുക്ക് മനസ്സിലാവാം. മെഷീൻസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഈ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു കളക്ഷനാണ് അല്ലേ. ഒരു കളക്ഷനായിട്ട് സെറ്റാക്കിയതാണ് ഈ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്നുള്ളത്. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഇസ് ദ കളക്ഷൻ ഓഫ് മെഷീൻ ലെവൽ ഇൻസ്ട്രക്ഷൻസ് അണ്ടർസ്റ്റുഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ബൈ ദ പ്രൊസസ്സർ. അപ്പോൾ പ്രൊസസ്സർ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ മെഷീൻസ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു സെറ്റ്, ഒരു കളക്ഷനാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ദീസ് ഇൻസ്ട്രക്ഷൻസ് ടെൽ ദ CPU അപ്പോൾ എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം എന്നാണ് CPU-നോട് ഈ ഇൻസ്ട്രക്ഷൻ പറയുക. ഓക്കെ, സോ എവറി പ്രൊസസ്സർ ആർക്കിടെക്ചർ ഹാസ് ഇറ്റ്സ് ഓൺ ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റുകളുണ്ട്. പ്രൊസസ്സേഴ്സ് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ ടു പെർഫോം. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് എന്തിനാണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ, ഡാറ്റ മൂവ് ചെയ്യാൻ, ലോജിക്കൽ ഓപ്പറേഷന്, പ്രോഗ്രാം കൺട്രോളറിന്, അതിനൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും CPU-ന്. ഓക്കെ, അതിനാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഓരോ ടൈപ്പ് നോക്കാം. ഫസ്റ്റ് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ അല്ലേ. ഫസ്റ്റത്തെ ടൈപ്പ് എന്താണ്, അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ.
ഓക്കെ. സോ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ എന്താണ്? മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനാണ് യൂസ് ചെയ്യുന്നത്. അഡിഷന്, സബ്സ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഇത് ബേസിക്കാണ്. രണ്ടാമത്തെ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ. ലോജിക്കൽ നമുക്കറിയാം ആൻഡ്, ഓർ, നോർ, എക്സ്, ഓർ അതൊക്കെയാണ് ലോജിക്കൽ ഓപ്പറേഷൻ, ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് അല്ലേ. അപ്പോൾ പെർഫോം ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേഷനാണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുക. ഓക്കെ. ഇവിടെ ബിറ്റുകൾ സെറ്റ് ചെയ്യുക അതൊക്കെ മുൻപ് നമ്മൾ പഠിച്ചല്ലോ, അതിനൊക്കെയാണ് യൂസ് ചെയ്യുക. ഡാറ്റ ട്രാൻസ്ഫർ, അതായത് ഇപ്പം മുകളിൽ പറഞ്ഞ ഈ എക്സാമ്പിളിലൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഈ മൂവ്, LDR അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെയാണ് ഈ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്. ഡാറ്റാസ് രജിസ്റ്ററിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെമ്മറിയും രജിസ്റ്ററിനൊക്കെ മൂവ് ചെയ്യാനാണ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്. പിന്നെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ ഫ്ലോ, അതായത് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഫ്ലോ ചേഞ്ച് ചെയ്യാനാണ്. ഓക്കെ. ഇപ്പം ലൂപ്പ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, നമ്മൾ പറഞ്ഞല്ലോ BL എന്താ, ലിങ്ക് അല്ലേ. നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ ലൂപ്പ്, അതേപോലെ തന്നെ എന്താ ഒരു ബ്രാഞ്ച് ആൻഡ് ലിങ്കാണ് BL. അങ്ങനത്തെ ഒക്കെ ഇൻസ്ട്രക്ഷൻസിനൊക്കെയാണ് ഈ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ ഒരു തമ്പ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്താണെന്ന് പറയുന്നത്. തമ്പ് ഇൻസ്ട്രക്ഷൻ സെറ്റ് യൂസ് 16-bit ഇൻസ്ട്രക്ഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രഡീഷണൽ 32-bit ARM ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ. സോ ഈ നോർമലി ARM ഇൻസ്ട്രക്ഷൻസ് ഒക്കെ 32-bit ആണ് യൂസ് ചെയ്യുക. പക്ഷേ തമ്പ് ഇൻസ്ട്രക്ഷൻ എന്താണ്, 16 bits യൂസ് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ എന്താണ്, 16 bits ആയതുകൊണ്ട് ഈ ഇൻസ്ട്രക്ഷൻ ലെസ് മെമ്മറി മതി. ഓക്കെ. പ്രോഗ്രാം സൈസ് കുറയും. സോ ഡിസൈൻ ടു റെഡ്യൂസ് പ്രോഗ്രാം സൈസ് ആൻഡ് ഇംപ്രൂവ് മെമ്മറി എഫിഷ്യൻസി. ഓക്കെ. അപ്പം പൊതുവേ ARMലൊക്കെ 32-bit ഉണ്ടാവുക, പക്ഷേ തമ്പ് ഇൻസ്ട്രക്ഷൻ 16-bit ഇൻസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മെമ്മറി കുറക്കുക, അതുകൊണ്ട് എന്താ പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാം. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സ്മോളർ മെമ്മറി യൂസേജ്. ഓക്കെ. ലെസ് ഫ്ലാഷ് മെമ്മറി മതി, സ്മോൾ എംബെഡ് സിസ്റ്റത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഫാസ്റ്റർ എക്സിക്യൂഷൻ. ഓക്കെ. സ്മോൾ എംബെഡ് സിസ്റ്റം ഒക്കെ ഫാസ്റ്റ് എക്സിക്യൂഷൻ നടക്കും. റെഡ്യൂസസ് മെമ്മറി ആക്സസ്. മെമ്മറി കുറച്ചാൽ തന്നെ എക്സിക്യൂഷൻ എഫിഷ്യൻസി കൂടും. പെർഫോമൻസ് ലോ മെമ്മറി ഡിവൈസസിലൊക്കെ ബെറ്റർ പെർഫോമൻസ് കൊണ്ടുവരാം. ഓക്കെ. അതാണ് തമ്പ് ഇൻസ്ട്രക്ഷൻ. പിന്നെ തമ്പ് 2 ടെക്നോളജി ഉണ്ട്. ഓക്കെ. തമ്പ് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് തിങ് ആണ് തമ്പ് 2. തമ്പ് 2 എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്, 16-bit ഇൻസ്ട്രക്ഷൻസും 32-bit ഇൻസ്ട്രക്ഷൻസും കമ്പൈൻ ചെയ്തതാണ് തമ്പ് 2 എന്ന് പറഞ്ഞ ടെക്നോളജി. ഓക്കെ. പ്രൊവൈഡ് ബോത്ത് കോമ്പാക്ട് കോഡ് സൈസ് ആൻഡ് ഹൈ പെർഫോമൻസ്. ഓക്കെ. അപ്പോൾ ബോത്ത് രണ്ടിൻ്റെ അഡ്വാൻറ്റേജ് ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ബെനിഫിറ്റ്സ്, ബെറ്റർ പെർഫോമൻസ്. സോ 32-bit ഇൻസ്ട്രക്ഷൻ ആയിട്ട് കോംപ്ലക്സ് ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും അല്ലേ. കമ്പ്യൂട്ടേഷണൽ കേപ്പബിലിറ്റി കൂട്ടും, കുറേ വലിയ ടാസ്കുകളൊക്കെ നമുക്ക് ചെയ്യാം. ഫാസ്റ്റ് ആവും, മോർ ഫ്ലെക്സിബിളും ആവും. ഓക്കെ. എക്സിക്യൂഷൻ സ്പീഡ് കൂടും. ബെറ്റർ കോഡ് ഡെൻസിറ്റി. ഓക്കെ. അതായത് സ്മോളർ, ഇപ്പോൾ നമുക്ക് സ്മോളർ മതിയെങ്കിൽ നമുക്ക് 16-bit യൂസ് ചെയ്യാം. മനസ്സിലായി. അപ്പോൾ 16-bit ആണ്, റെഡ്യൂസ്ഡ് മെമ്മറി യൂസേജ് ആണ്. പിന്നെ മെമ്മറി പ്രോഗ്രാം സൈസ്, എക്സിക്യൂഷൻ സ്പീഡൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യും. ഓക്കെ. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. അഡ്വാൻറ്റേജസ് രണ്ട്, പെർഫോമൻസും മെമ്മറിയും രണ്ടും ഇവിടെ. ഇപ്പോൾ 16-bit ആണെങ്കിൽ എന്താ പെർഫോമൻസ് ഉണ്ട്, പക്ഷേ മെമ്മറി കുറവാണല്ലേ. ഇവിടെ രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ മോർ മെമ്മറി ആൻഡ് മോർ പെർഫോമൻസ് ആണ്. ഫ്ലെക്സിബിൾ ഇൻസ്ട്രക്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. മെമ്മറി യൂട്ടിലൈസേഷനൊക്കെ നമുക്ക് കൂട്ടാം. പിന്നെ വൈഡ്ലി യൂസ്ഡ് ഇൻ Cortex-M പ്രോസസ്സേഴ്സ്. ഓക്കെ. Cortex-M പ്രോസസ്സേഴ്സിൽ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. Next we have bus architecture. Okay, so here we are going to study bus architecture in ARM Cortex-M processors. Okay, so ഈ ബസ് ഇപ്പം നോക്കൂ, ഇപ്പം ഒരു ഡിവൈസസിൽ, ഒരു കമ്പ്യൂട്ടറിൽ ഓക്കെ പല പാർട്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് എങ്ങനെയാണ്, ബസ് വെച്ചിട്ടാണ് അല്ലേ. ഓക്കെ. അതിനാണ് ബസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇവിടെ ബസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പാത്വേ ആണ്. സോ ബസ് ഇസ് എ കമ്മ്യൂണിക്കേഷൻ പാത്വേ യൂസ് ടു ഡാറ്റ ട്രാൻസ്ഫർ, സിഗ്നൽ ട്രാൻസ്ഫർ. ഓക്കെ. അപ്പം കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസ് തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ പാത്വേ ആയിട്ട് ഈ ബസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഡാറ്റാസ്, അഡ്രസ്സസ്, കൺട്രോൾ സിഗ്നൽസ്, CPU, മെമ്മറി, പെരിഫറൽസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തും. എന്തൊക്കെയാണ് ഇവർ തമ്മിൽ പാസ് ചെയ്യുക? നേരത്തെ പറഞ്ഞ ഡാറ്റ, അഡ്രസ്സുകൾ, കൺട്രോൾ സിഗ്നൽസ് ഒക്കെ CPU തമ്മിൽ, മെമ്മറി, പെരിഫറൽസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഇവർ തമ്മിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ബസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. വൈ ബസ് ആർക്കിടെക്ചർ ഇസ് ഇമ്പോർട്ടൻറ്റ്? ഓക്കെ. സോ എനേബിൾസ് എഫിഷ്യൻറ്റ് ഡാറ്റ ട്രാൻസ്ഫർ, കണക്ട്സ് ഹാർഡ്വെയർ കമ്പോണൻസ്, ഇംപ്രൂവ് സിസ്റ്റം കമ്മ്യൂണിക്കേഷന്, എല്ലാ ഡിവൈസസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ സപ്പോർട്ട് പ്രോസസ്സർ, ഓപ്പറേഷൻ ആൻഡ് പെരിഫറൽ ആക്സസ്, അതായത് CPUവിന് ഇപ്പോൾ ഒരു മെമ്മറി റീഡ് ചെയ്ത് റൈറ്റ് ചെയ്യുക, കൺട്രോൾ പെരിഫറൽസിൽ റൈറ്റ് ചെയ്യുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ടൈപ്പ് ഓഫ് ബസ്സസ് 3 ടൈപ്പ് ഉണ്ട്. അഡ്രസ് ബസ് ഉണ്ട്, ഡാറ്റ ബസ് ഉണ്ട്, കൺട്രോൾ ബസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അഡ്രസ് ബസ്സിൽ എന്താണ്, അഡ്രസ്, മെമ്മറി അഡ്രസ്സിലൊക്കെ ആണ് ക്യാരി ചെയ്യുക. ഡാറ്റ ബസ്സിൽ ആക്ച്വൽ ഡാറ്റാസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുക. കൺട്രോൾ ബസ്സിൽ കൺട്രോൾ സിഗ്നൽസ് ആണ് എങ്ങനെ, അതായത് എങ്ങനെയാണ് ചെയ്യുക, അങ്ങനത്തതാണ് ഡാറ്റ ബസ്സിൽ ഉണ്ടാവുക. ഓക്കെ. സോ ഫസ്റ്റ് അഡ്രസ് ബസ്. അഡ്രസ് ബസ് ക്യാരീസ് മെമ്മറി അഡ്രസ് ഫ്രം CPU ടു മെമ്മറി ഓർ പെരിഫറൽസ്. ഓക്കെ. അതായത് മെമ്മറി അഡ്രസ്സുകളാണ് ഇവിടെ സ്റ്റോർ ചെയ്യുക. അപ്പം നമ്മൾ മുകളിൽ പറഞ്ഞല്ലോ ഇങ്ങനെ മെമ്മറി അഡ്രസ്സുകൾ ഇങ്ങനെ ഉണ്ടാവുന്നു.
FF അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനത്തെ അഡ്രസ്സുകളാണ്, മെമ്മറി ലൊക്കേഷൻസാണ് ഈ അഡ്രസ് ബസ് കൂടെ പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സി പി യു യൂസസ് ദ അഡ്രസ് ബസ് ടു സെലക്ട് സ്പെസിഫൈ മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, സ്പെസിഫിക് മെമ്മറി ലൊക്കേഷൻ. വർക്കിംഗ് എങ്ങനെയാണ്? പ്രോസസ്സർ പ്ലേസസ് അഡ്രസ് ഓൺ ദ അഡ്രസ് ബസ്. ഓക്കെ, അപ്പോൾ സി പി യു എന്താക്കും? ഫസ്റ്റ് അഡ്രസ് ബസ്സിൻ്റെ മുകളിൽ വെക്കും. ഓക്കെ, എന്നിട്ട് മെമ്മറി അഡ്രസ് ബസ്സിൽ വെച്ചാൽ മെമ്മറി ലൊക്കേഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് ആ ഡാറ്റ അങ്ങോട്ട് പാസ് ചെയ്യും. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? യൂണി ഡയറക്ഷനാണ്. രണ്ട് ഭാഗത്ത് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും, സി പി യുന്ന് മെമ്മറിയിലേക്കും മെമ്മറിയിൽ നിന്ന് സി പി യുയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബോത്ത് ട്രാൻസ്ഫർ പറ്റും. അഡ്രസ് ഫ്ലോസ് ഫ്രം സി പി യു ടു മെമ്മറി ഓർ പെരിഫറൽസ് ഉള്ളി. അപ്പോൾ സി പി യുന്ന് മെമ്മറി അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് സി പി യു അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ പറ്റുള്ളൂ. പിന്നെ വിത്ത് ഓഫ് അഡ്രസ് ബസ് ഡിറ്റർമൈൻസ് മാക്സിമം മെമ്മറി കപ്പാസിറ്റി. ഓക്കെ, സോ വിത്ത് നമുക്ക് മെമ്മറിൻ്റെ മാക്സിമം കപ്പാസിറ്റി നമുക്ക് ഇവിടെ വിത്ത് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡാറ്റാ ബസ് എന്താ നമ്മൾ പറഞ്ഞത്? ആക്ച്വൽ ഡാറ്റാസാണ് ഡാറ്റാ ബസ് കൂടെ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, സി പി യുന്ന് മെമ്മറിയിലേക്ക്, സി പി യുന്ന് പെരിഫറൽസിലേക്ക്, മെമ്മറി ആൻഡ് പെരിഫറൽസ് അങ്ങനെയൊക്കെ ഡാറ്റ പറ്റും. പക്ഷേ നമ്മളെ അഡ്രസ്സ് എങ്ങനെയായിരുന്നു പറ്റുക? സി പി യു ആൻഡ് മെമ്മറി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ പറ്റുള്ളായിരുന്നു അല്ലേ? ഇവിടെ സി പി യു മെമ്മറി പെരിഫറൽസ്, മെമ്മറി ആൻഡ് പെരിഫറൽസ്, സി പി ആൻഡ് മെമ്മറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറ്റും. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ബൈ ഡയറക്ഷനാണ് ആസ് വി സെഡ്. പിന്നെ രണ്ട് ഡയറക്ഷനിലേക്ക് സെൻഡ് ചെയ്യുക. പിന്നെ വിഡ്ത്ത് ഇതേപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ സ്പീഡൊക്കെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾസ് എന്താണ്? സി പി യു റീഡ്സ് ഡാറ്റ ഫ്രം മെമ്മറി യൂസിങ് ഡാറ്റാ ബസ്. സി പി യു സെൻസ് അത് ഡാറ്റാ ബസ് വെച്ചിട്ടാണ് മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുക, അത് അങ്ങോട്ട് പെരിഫറൽസിലേക്ക് സെൻഡ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ഇത് വെച്ചിട്ടാണ്. ഫാസ്റ്റ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സപ്പോർട്ട് പ്രോസസ്സർ ഓപ്പറേഷൻസ് എഫിഷ്യൻ്റ്ലി, അതാണ് അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ഇസ് കൺട്രോൾ ബസ്. കൺട്രോൾ ബസ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈമിംഗ് സിഗ്നൽസ്, കൺട്രോൾ സിഗ്നൽസ്, അങ്ങനത്തെ ഒക്കെ സിസ്റ്റം ഓപ്പറേഷൻസിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് കൺട്രോൾ ബസ്സിൽ കൊടുക്കുക. കമ്മ്യൂണിക്കേഷൻ എവിടെ തമ്മിൽ നടക്കും? സി പി യു, മെമ്മറി, പെരിഫറൽസ് ഇവർ തമ്മിലൊക്കെ കമ്മ്യൂണിക്കേഷൻ നടക്കും. ഓക്കെ, ഈ ട്രാൻസ്ഫർ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു റീഡ് സിഗ്നൽ, റൈറ്റ് സിഗ്നൽ അല്ലെങ്കിൽ ഒരു ഇൻട്രപ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തതൊക്കെയാണ് ഈ കൺട്രോൾ ബസ് കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, സോ സിങ്ക്രണൈസ് കൺട്രോൾ ഡാറ്റ സിസ്റ്റം കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ ടൈമിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഒക്കെ. ഓക്കെ, സോ ഈ കൺട്രോൾ സിഗ്നൽസിൽ ഞാൻ പറഞ്ഞ പോലെ റീഡ്, റൈറ്റ്, ഇൻട്രപ്റ്റ്, ക്ലോക്കൊക്കെയാണ് മെയിനായിട്ടുള്ളത്. റീഡ് ചെയ്യാൻ മെമ്മറിയിൽ നിന്ന്, റൈറ്റ് പറഞ്ഞാൽ മെമ്മറിയിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഡാറ്റ. പിന്നെ സി പി യുൻ്റെ അറ്റൻഷൻ, ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് കൺട്രോളൊക്കെ അറിയാലോ, അപ്പോൾ ഇൻട്രപ്റ്റിന് പിന്നെ സിങ്ക്രണൈസ് ഓപ്പറേഷനൊക്കെയാണ് ക്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് AMBA ബസ് ആർക്കിടെക്ചർ. അപ്പം നമ്മൾ മുമ്പത്തെ ആർക്കിടെക്ചറിലൊക്കെ ഈ AMBA പഠിച്ചിട്ടുണ്ട് അല്ലേ? അഡ്വാൻസ്ഡ് മൈക്രോ കൺട്രോളർ ബസ് ആർക്കിടെക്ചർ. അപ്പോൾ AMBA എന്താണ്? ഈ ആമിൽ യൂസ് ചെയ്യുന്ന ബസ്സാണ് AMBA ബസ്. ഓക്കെ, സോ യൂസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രോസസ്സേഴ്സ്, മെമ്മറി, പെരിഫറൽസ് ഒക്കെ. സോ ഒപ്റ്റിമൈസ് ഫോർ എംബഡ് സിസ്റ്റംസ്. അപ്പോൾ ഏത് എംബഡ് സിസ്റ്റത്തിനും അതേപോലെ സിസ്റ്റം ഓൺ ചിപ്പ് ചെറിയ ചിപ്പിലൊക്കെ വേണ്ടിയിട്ടാണ് ഈ AMBA ബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സോ മെയിനായിട്ട് 3 ബസ് ടൈപ്പ് ഉണ്ട് AMBAയിൽ. AHB ഹൈ പെർഫോമൻസ് കമ്മ്യൂണിക്കേഷനാണ് AHB. APB എന്ന് പറഞ്ഞാൽ പെരിഫറൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, ലോ സ്പീഡ് പെരിഫറൽസിനൊക്കെ. AXI എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ഹൈ സ്പീഡാണ്, വെരി ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് AXI യൂസ് ചെയ്യുന്നത്. ഒരു നോർമൽ ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷനാണ് AHB യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? 3 ടൈപ്പ് മെയിൻ ബസ് ടൈപ്പുകളാണ് ഇതിനുള്ളത്. ഓക്കെ, സോ ഇത് AMBA ബസ്സിൻ്റെ ആർക്കിടെക്ചർ ഡയഗ്രാം കേട്ടോ, AMBAൻ്റെ. അപ്പോൾ ഇതിലെന്തൊക്കെയുണ്ട്? ഹൈ പെർഫോമൻസ്, ഇവിടെ ഉണ്ട് ഹൈ പെർഫോമൻസ് പ്രോസസ്സറാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഓക്കെ, സോ ഇതാണ് CPU. ഈ ഹൈ പെർഫോമൻസ് പ്രോസസ്സറാണ് CPU. ഇതാണ് ഇൻസ്ട്രക്ഷൻസ് എടുക്കുക. ഓക്കെ, പിന്നെ ഹൈ ബാൻഡ് വിഡ്ത്ത് ഓൺ ചിപ്പ് റാം. ഓക്കെ, ഇതെന്താ? ഒരു ഇൻറ്റേർണൽ റാമാണ്. ഈ വേരിയബിൾസ്, സ്റ്റാക്ക്, ഹീപ്പ് അതൊക്കെ സ്റ്റോർ ചെയ്യാനുള്ളൊരു ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു റാമാണ്. ഓക്കെ, പിന്നെ നമുക്ക് കാണാം എക്സ്റ്റേണൽ മെമ്മറി ഇൻ്റർഫേസ്, ഹൈ ബാൻഡ് എക്സ്റ്റേണൽ മെമ്മറി ഇൻ്റർഫേസ്. ഇതെന്താണ്? ഇൻറ്റേർണൽ മെമ്മറി ആവശ്യം വരാത്തപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി എടുക്കുന്നതാണ് അത്. എക്സ്റ്റേണൽ റാം, എക്സ്റ്റേണൽ ഫ്ലാഷ് മെമ്മറി ഒക്കെ എടുക്കുന്നത്. ഓക്കെ, പിന്നെ DMA ബസ് മാസ്റ്റർ. ഓക്കെ, DMA പറഞ്ഞാൽ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആണ്, ബസ് മാസ്റ്റർ. ഓക്കെ, ഇതെന്താണ്? ഒരു ഡാറ്റ കോപ്പി ചെയ്യാൻ മെമ്മറിയിൽ നിന്ന് പെരിഫറിൽ അങ്ങനെ CPU ത്രൂ കണക്ട് ചെയ്ത് പോകുന്നതാണ് AMBA ബസ് മാസ്റ്റർ. ഓക്കെ, പിന്നെ ഇവിടെ AHB ഓർ ASB ഏത് ബസ്സാണെന്നുള്ളതാണ് അവിടെ. പിന്നെ ബ്രിഡ്ജ് കാണാം അല്ലേ? ഈ ബ്രിഡ്ജ് ഇവിടെ കണ്ടോ? ഈ ബ്രിഡ്ജിൻ്റെ ഒരു ആവശ്യം എന്താ? ഇവിടെയുള്ള ഈ ഒരു ബ്രിഡ്ജിൻ്റെ ആവശ്യം എന്താ അറിയാം? അതായത് ഇപ്പം എന്താ പറയുക, എല്ലാ ഡിവൈസസിനും ഭയങ്കര സ്പീഡ് കമ്മ്യൂണിക്കേഷൻ വേണമെന്നില്ല. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ ലോ ആക്കാനാണ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഭയങ്കര സ്പീഡിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ട നമുക്ക്, അങ്ങനെയുള്ള സമയത്താണ് ഈ ബ്രിഡ്ജ് യൂസ് ചെയ്യുക. ഓക്കെ, ഒരു ഫ്ലൈ ഓവർ പോലെ. ഓക്കെ, പിന്നെ അവിടെ നമുക്ക് എന്തൊക്കെ കാണാം? ഒരു APB കാണാം അല്ലേ? ഈ APB എന്താണ്? അഡ്വാൻസ്ഡ് പെരിഫറൽ ബസ്സാണ്. ഓക്കെ,
സോ സ്ലോവർ പെരിഫറൽസിന് ഇതൊക്കെ സ്ലോവറാണ്, ഇതൊക്കെ ഫാസ്റ്റർ പെരിഫറൽസാണ്. ഓക്കെ, ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനാണ് ഈ ബ്രിഡ്ജ് ഉള്ളത്, ഫാസ്റ്ററിനെ സ്ലോവർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ലോവർ പെരിഫറൽസിൽ എന്തൊക്കെയുണ്ട്? UART ഉണ്ട്. ഓക്കെ, UART എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എസിൻക്രണസ് റിസീവർ ഓർ ട്രാൻസ്മിറ്ററാണ്. ഓക്കെ, സോ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് അയക്കാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ടൈമർ പറഞ്ഞാൽ ടൈം മെഷർ ചെയ്യാൻ, ഡിലേസ്, കൗണ്ടിങ് ഇവൻ്റൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ കീപാഡ് ഉണ്ട്, കീപാഡ് പറഞ്ഞാൽ ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ PIO എന്ന് പറഞ്ഞാൽ മറ്റേ GP നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്ന്. ഓക്കെ, അതാണ് ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ലോവർ ഡിവൈസസ്. അഡ്വാൻറ്റേജസ് എന്താണ്? ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ, മോഡുലാർ ആർക്കിടെക്ചർ, എഫിഷ്യൻറ്റ് പെരിഫറൽ ഇൻറ്റഗ്രേഷൻ, ലോ പവർ ഓപ്പറേഷൻ. ഓക്കെ, ഇതൊക്കെയാണ് ഈ AMBA ബസ്സിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ്. AMBAൻ്റെ ആണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് AHB ബസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, AHB എന്താണ്? അഡ്വാൻസ്ഡ് ഹൈ പെർഫോമൻസ് ബസ്സാണ്. ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷനാണ് ARM സിസ്റ്റത്തിൽ. CPU, ഹൈ സ്പീഡ് മെമ്മറി, DMA ഒക്കെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫീച്ചേഴ്സ് എന്താ? ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫറാണ്, ബേഴ്സ് ട്രാൻസ്ഫറിന് സപ്പോർട്ട് ചെയ്യും. പിന്നെ പൈപ്പ് ലൈൻ ഓപ്പറേഷൻ, പൈപ്പ് ലൈൻ അറിയില്ലേ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഹൈ സ്പീഡായിട്ട് നടക്കും. ഓക്കെ, പിന്നെ ഹൈ ബാൻഡ്വിഡ്ത്ത് കമ്മ്യൂണിക്കേഷനൊക്കെയാണ് ഈ AHB യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് APB അല്ലേ. APB എന്തായിരുന്നു? അഡ്വാൻസ്ഡ് പെരിഫറൽ ബസ്. അപ്പോൾ ലോ സ്പീഡായിട്ടുള്ളതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ ബ്രിഡ്ജ് നമ്മൾ വെക്കുമല്ലോ. ഓക്കെ, അപ്പോൾ സ്മോൾ റോഡൊക്കെ വിചാരിക്കുക, നമ്മൾ ചെറിയ റോഡിൽ കൂടെ ഒക്കെ പോണ പോലെ. ഓക്കെ, അപ്പോൾ ലെസ് പവർ ആയിട്ടുള്ള ഡിവൈസസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സിമ്പിൾ ആർക്കിടെക്ചറാണ്, ലോ പവർ ഓപ്പറേഷനാണ്, ഈസി പെരിഫറൽ ഇൻ്റർഫേസിംഗ് ആണ്. ഓക്കെ, കോമൺ APB പെരിഫറൽസ് ഏതാണ്? UART, ടൈമേഴ്സ്, GPIO ഒക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷനാണ് കമ്പാരിസൺ ഓഫ് ARM Cortex-A ആൻഡ് Cortex-M. ഓക്കെ, ഇവർ തമ്മിൽ Cortex-A, Cortex-M ആണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. Cortex-Aയും Cortex-Mഉം തമ്മിൽ എന്താണ് മാറ്റം? ഈ രണ്ട് പ്രൊസസ്സറിൻ്റെ ഫാമിലീസ് തമ്മിൽ എന്താണ് മാറ്റം എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഈ ARM processors are divided into different families. Okay, Cortex-M and Cortex-A എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള രണ്ട് ARM processor families ആണ് A ആൻഡ് M. അപ്പോൾ A എന്തിനാണ്, M എന്തിനാണ്? A എന്ന് പറഞ്ഞാൽ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം സ്മാർട്ട് ഫോൺ ഇതൊക്കെ ഹൈ പെർഫോമൻസ് അല്ലേ, ടാബ് അങ്ങനത്തെ ഒക്കെയാണ് A. ലാപ്ടോപ്പൊക്കെ ഒരു ഹൈ പ്രൊസസ്സറാണല്ലോ. അപ്പോൾ Cortex-A അങ്ങനത്തെ ഹൈ പെർഫോമൻസ് മൾട്ടിപ്പിൾ സാധനങ്ങൾ, അതേപോലെ ഇപ്പോൾ ലിനക്സ് വേണം, ആൻഡ്രോയിഡ് വേണം, വിൻഡോസ് അങ്ങനത്തെ ഒക്കെ മൾട്ടിപ്പിൾ തിങ്സ് ഒക്കെ വർക്ക് ചെയ്യാനാണ് മോർ അഡ്വാൻസ്ഡ് ആണ് Cortex-A. നമ്മൾ പറയും Cortex-M എന്താ ഒരു സിംഗിൾ സ്പെസിഫിക് ടാസ്ക് മാത്രമേ പെർഫോം ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് എംബഡഡ് റിയൽ ടൈം കൺട്രോൾ. എംബഡ് സിസ്റ്റത്തിലൊക്കെ നമുക്ക് അങ്ങനെ മതിയല്ലോ, ഒരു സിംഗിൾ അങ്ങനെ. സോ ഇത് എംബഡ് സിസ്റ്റം, IoTs അങ്ങനത്തേലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് Cortex-M. സോ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എംബഡ് സിസ്റ്റം ഡിസൈൻ. അപ്പോൾ നമ്മളൊരു എംബഡ് സിസ്റ്റം ഡിസൈനിലൊക്കെ ഇതിൻ്റെ ഡിഫറൻസ് തമ്മിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, so Cortex-A processors are high performance designed for advanced operations. Okay, high computational power ആണ്, മൾട്ടിമീഡിയ പ്രോസസ്സിംഗ് ആണ്, മൾട്ടിപ്പിൾ സാധനങ്ങൾ, പിന്നെ AI ML ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം, കോംപ്ലക്സ് സോഫ്റ്റ്വെയർ എൻവയോൺമെൻ്റ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ Cortex-A ഡിവൈസസിൻ്റെ എക്സാമ്പിൾ എന്താണ്? റാസ്ബെറി പൈ, NVIDIA ജെറ്റ്സൺ. ഓക്കെ, അതെന്താണ്? അതിൽ Cortex-A processors ആണുള്ളത്. ഓക്കെ, ഇത് കുറേ AI ആപ്ലിക്കേഷനാണ്, അത് യൂസ് ചെയ്യുക. പിന്നെ പറഞ്ഞ പോലെ തന്നെ സ്മാർട്ട് ഫോൺസിൽ, ടാബിൽ, സ്മാർട്ട് TVസിലൊക്കെ Cortex-A ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഹൈ പ്രൊസസ്സർ സ്പീഡാണ്, മൾട്ടി കോർ സപ്പോർട്ടാണ്, ലിനക്സ് ഓർ ആൻഡ്രോയിഡ് സപ്പോർട്ട്, ലാർജ് മെമ്മറി സപ്പോർട്ട്, നേരത്തെ പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെ. ഓക്കെ, അപ്പം ഈ ഗിഗാ ഹെഡ്സ് ക്ലോക്ക് സ്പീഡിലൊക്കെ ഇത് നല്ല സ്പീഡിൽ വർക്ക് ചെയ്യും. അഡ്വാൻസ് കമ്പ്യൂട്ടിങ് ടാസ്കുകളാണ്. പിന്നെ മൾട്ടി കോർ എന്ന് പറഞ്ഞാൽ ഡുവൽ കോർ, അതായത് മൾട്ടിപ്പിൾ പാരലൽ എക്സിക്യൂഷൻസ് ഒക്കെ നടക്കുക. പിന്നെ ലിനക്സ്, ആൻഡ്രോയിഡ്, ഉബുണ്ടു ഇങ്ങനത്തതൊക്കെ റണ്ണിങ് കേപ്പബിളാണ്, മൾട്ടിപ്പിൾ സാധനങ്ങൾ റൺ ചെയ്യാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ലാർജ് മെമ്മറി സപ്പോർട്ടാണ് ഇതിനുള്ളത്. ഓക്കെ, പിന്നെ അപ്പം ഇങ്ങനെയുള്ള ഇങ്ങനത്തെ സ്പീഡും ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് M യൂസ് ചെയ്യുന്നത്? ഓക്കെ, M എന്ന് പറഞ്ഞാൽ ലോ പവർ മൈക്രോ കൺട്രോളേഴ്സിന് വേണ്ടിയിട്ടാണ്. മറ്റേത് ഹൈ ആയിരുന്നു, ഇത് ലോനാണ്. ഓക്കെ, സോ സെൻസറിൻ്റെ ഇപ്പോൾ ഹാർഡ്വെയർ സെൻസേഴ്സ്, ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ സെൻസിങ്, ഇപ്പോൾ എയർ ബാഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ സെൻസർ ഇൻ്റർഫേസിങ്, എംബഡ് കൺട്രോൾ, റിയൽ ടൈം സെൻസേഴ്സ്, പ്രോസസ്സിങ്, ബാറ്ററി പവർ സിസ്റ്റംസ് ഇതിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക. ഓക്കെ, Cortex-Mൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? STEM32, NXP LPC, TIT ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് മൈക്രോ കൺട്രോളറാണ്. ഓക്കെ, അതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. മനസ്സിലായില്ലേ? അപ്പോൾ Cortex-M എന്താ, Cortex-A എന്താ നമ്മളൊരു ഇൻട്രോയിൽ പറഞ്ഞു. ഓക്കെ,
ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താ ലോ പവർ കൺസപ്ഷനാണ്, കുറച്ച് പവർ മതി, റിയൽ ടൈം ആയിട്ട് നടക്കും, പ്രഡിക്റ്റബിൾ ആണ് എക്സിക്യൂഷന്. പിന്നെ NVIC നമ്മൾ ഇൻഡപ്റ്റ് റെസ്പോൺസ്, അപ്പോൾ ഫാസ്റ്റ് ഇൻഡപ്റ്റ് റെസ്പോൺസ് ആണ്, സ്മോൾ മെമ്മറി ഫുട് പ്രിൻറ്റ്, സ്മോൾ ഫ്ലാഷ് മെമ്മറി, സ്മോൾ SRAM മെമ്മറി ഒക്കെ മതി ഇതിന്. ഓക്കെ, നെക്സ്റ്റ് NVIDIA ജെറ്റ്സൺ പ്ലാറ്റ്ഫോം. ഇതെന്താണെന്ന് വെച്ചാൽ Cortex-A പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം Cortex-A പ്രോസസ്സേഴ്സാണ് യൂസ് ചെയ്യുക അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? AI, ഇമേജ് പ്രോസസ്സിങ്, ML, റോബോട്ടിക്സ്, ഓട്ടോണോമസ് സിസ്റ്റംസ് ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? GPU സപ്പോർട്ട്, ലിനക്സ് OS സപ്പോർട്ട്, അതായത് ഉബുണ്ടു ലിനക്സ് അങ്ങനത്തെ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമുക്ക് റൺ ചെയ്യാം. പിന്നെ ഹൈ RAM കപ്പാസിറ്റി ആണ്, എക്സ്റ്റേണൽ മെമ്മറീനൊക്കെ ലാർജ് മെമ്മറീനൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഹൈ സ്പീഡാണ്, മൾട്ടിക്കോർ A ആണല്ലോ, അപ്പോൾ ഇവിടെ ഹൈ പവർഫുൾ പെർഫോമൻസ് ഒക്കെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു ഒരു ഒരു ചിപ്പാണ് കേട്ടോ, മീൻസ് ഒരു മൈക്രോ കൺട്രോളറാണിത്. അതിൻ്റെ ഒരു ബോഡി ഇമേജ് ഇതെവിടെയെങ്കിലും കണ്ടിടണോ ഈ ഇമേജ്? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ STM32 മൈക്രോ കൺട്രോളേഴ്സ്. ഓക്കെ, ഇതെന്താണ്? Cortex-M ആണ് യൂസ് ചെയ്യുക. Cortex-A യൂസ് ചെയ്ത ഒരു മൈക്രോ കൺട്രോളറാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ Cortex-A എന്താ, Cortex-M എന്താ പറഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ടുള്ളൊരു മൈക്രോ കൺട്രോളറാണ് ഈ NVIDIA. ഓക്കെ, പിന്നെ STM32 എന്ന് പറഞ്ഞാൽ Cortex-M ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ എന്താണ്? സെൻസർ ഇൻ്റർഫേസിങ്, IoT, എംബഡ് സിസ്റ്റം, മോട്ടോർ കൺട്രോൾ, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, അങ്ങനത്തെ AI യൂസ് ചെയ്തിട്ടൊന്നല്ല. ഓക്കെ, ഇങ്ങനത്തെ നോർമൽ തിങ്സ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫീച്ചേഴ്സ് എന്താണ്? ലോ പവർ കൺസപ്ഷനാണ്, ബിൽഡ് ഇൻ പെരിഫറൽസ് ഉണ്ട് ഇതിന്, അതായത് GPIO പിൻസ്, UART, ADC, ടൈമേഴ്സ്, അങ്ങനത്തതൊക്കെ എന്താ ബിൽഡ് ഇൻ പെരിഫറൽസ് ആണ്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ കോമ്പാക്ട് ഡിസൈനാണ്, സ്മോളാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, റിയൽ ടൈം റെസ്പോൺസ് ആണ്, അതായത് ഫാസ്റ്റ് ഇൻഡപ്റ്റ് ഹാൻഡ്ലിങ്. അപ്പോൾ ഇൻഡപ്റ്റ് ഹാൻഡ്ലിംഗ് ഒക്കെ ഇവിടെ NVIC ഉള്ളതുകൊണ്ട് ഫാസ്റ്റായിട്ട് നടക്കും. ഓക്കെ, ഒരു STM32 ഒരു ബോർഡാണ് ഇവിടെ കണ്ടോ. മുകളിൽ നമ്മൾ DIAൻ്റെ പറഞ്ഞ പോലെ ഇവിടെ STEMൻ്റെ ഒരു ബോർഡാണ്. ഇങ്ങനെയാണ് ഉണ്ടാവുക ഒരു പ്രോസസ്സർ STEM. ഓക്കെ, ഈ STEMനെ പറ്റി നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ ഇവിടെ നമുക്ക് Cortex-Aൻ്റെ ഒരു ഡിഫറൻസ് കാണാം. പ്രോസസ്സർ ടൈപ്പ് എന്താണ്? ആപ്ലിക്കേഷനാണ്, മറ്റുള്ള മൈക്രോ കൺട്രോളേഴ്സാണ്. പെർഫോമൻസ് ഒന്നിൽ ഹൈ ആണ്, മറ്റുള്ള മോഡറേറ്റ് ആണ്. പിന്നെ അതിൻ്റെ എത്ര സ്പീഡ്, ക്ലോക്ക്, പവർ കൺസപ്ഷൻ എങ്ങനെയാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെ യൂസ് ചെയ്യാം, മെമ്മറി, ഗ്രാഫിക്സ്, ആപ്ലിക്കേഷൻസ് എന്താണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്താൽ മതി. Cortex-A തമ്മിലുള്ള ഓവർവ്യൂ, ഇതിൻ്റെ ഡിഫറൻസ് ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. Cortex-A തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ. Okay, so here we complete our first module with all these topics.